അണ്ടത്തോട് കാട്ടുപുറം ശ്രീ വേട്ടക്കരൻ ക്ഷേത്രത്തിൽ വാർഷിക വേട്ടക്കരൻ പാട്ട് മഹോത്സവം വിവിധ ചടങ്ങുകളോടെ ആഘോഷിച്ചു. പുലർച്ചെ കേളി, ഗണപതി ഹോമം, ഉച്ചപൂജ, നവകം, പഞ്ചഗവ്യം, ഉഷപൂജ എന്നിവ നടന്നു. രാവിലെ ഗുരുവായൂർ മഞ്ചരീസ് ചെയർപേഴ്സൺ അമ്പിളി സോമന്റെ നേതൃത്വത്തിൽ ആത്മീയ പ്രഭാഷണം സംഘടിപ്പിച്ചു. ഈ ശാന്തിയും നന്മയും എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഭഗവാന്റെ അനുഗ്രഹത്തോടെയാണ് ഉണ്ടാവുന്നത്. അല്ലാതെ ഉണ്ടാവുമോ നമ്മുടെ ഉള്ളിൽ? ഒരിക്കലും ഉണ്ടാവില്ല. ശാന്തിയും വേണം, നന്മയും വേണം. അതിന് ഈശ്വര കടാക്ഷം ഉണ്ടാവണം. അതിനാണ് ഞാൻ പറഞ്ഞത്, ഭക്തി എന്ന് പറഞ്ഞാൽ ഭഗവാനോടുള്ളൊരു ആത്മസമർപ്പണമാണ്. അല്ലാതെ നെറ്റിയിൽ തൊടുന്ന സിന്ദൂരോ ചന്ദനോ നമ്മളെ കഴുത്തിലിടുന്ന മാലകളോ ഒന്നുമല്ല. ദിവസേന കയറിയിറങ്ങുന്ന അമ്പലത്തിൻ്റെ എണ്ണോ ഒന്നുമല്ല. ഉള്ളിൽ ശാന്തി ഉണ്ടാവണം, സമാധാനം ഉണ്ടാവണം. ചടങ്ങിൽ ക്ഷേത്ര കമ്മിറ്റിയുടെ ആദരവും ഉപഹാര സമർപ്പണവും നടന്നു. ഗുരുവായൂർ മഞ്ചരീസിന്റെ നേതൃത്വത്തിൽ ഭക്തർക്ക് സൗജന്യമായി ദേവി മഹാത്മ്യം ആത്മീയ ഗ്രന്ഥം വിതരണം ചെയ്തു. തുടർന്ന് പാട്ടിന് കൂറയിടൽ, ഉച്ചപ്പാട്ട്, അന്നദാനം എന്നിവയും നടന്നു. വൈകിട്ട് ഡബിൾ തായമ്പക, നിറമാല, ദീപാരാധന, അത്താഴപൂജ എന്നിവയ്ക്ക് ശേഷം ക്ഷേത്രത്തിന് കിഴക്കുഭാഗത്തുള്ള ആൽത്തറയിൽ നിന്ന് മുല്ലയ്ക്കൽ പാട്ടിന് എഴുന്നള്ളിപ്പ് നടത്തി. തുടർന്ന് ഈടും കൂറും ചവിട്ടൽ, കളപ്രദക്ഷിണം, കളപൂജ, കളം മായ്ക്കൽ എന്നിവയും നടന്നു. രാത്രിയിൽ 12,000 നാളികേരം എറിഞ്ഞുടച്ചതോടെ വേട്ടക്കരൻ പാട്ട് മഹോത്സവത്തിന് സമാപനമായി. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കരുവാട്ട് ഭട്ടതിരിപ്പാടും മേൽശാന്തി മാധവൻ ഭട്ടതിരിയും പൂജകൾക്ക് നേതൃത്വം നൽകി. പരിപാടികൾക്ക് ആഘോഷ കമ്മിറ്റി ഭാരവാഹികളും ക്ഷേത്രം അധികൃതരും നേതൃത്വം നൽകി.